നമ്മുടെ മുൻ മന്ത്രി ശിവൻകുട്ടി മാമൻ അവരെ ABP-കാരന്റെ വീട്ടിൽ വരാൻ വേണ്ടി പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രശ്നമല്ലോ. അല്ല, എല്ലാ കാര്യവും എല്ലാവരും യോജിക്കണമെന്നില്ലല്ലോ. നമ്മളതിന് നിർബന്ധം പിടിക്കേണ്ട ഒരു കാര്യമില്ല. NEP-യിലല്ലേ വായിക്കുന്നത്, അതിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. States will prepare their own curricula which may be based on the NCRT prepared by NCRT to the extent possible, and prepare textbooks which may be based on the NCRT textbook materials to the extent possible. States will prepare based on NCRT to the extent possible. To the extent possible or വാക്കുണ്ടല്ലോ, to the extent possible ഉണ്ടല്ലോ. And one more thing ഞാൻ again പറയാം, നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതൊന്നും കൂടി പറയാം. PM ഉഷ ഹയർ എഡ്യൂക്കേഷനുടെ MOU ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് പ്രിപ്പറേഷൻ ഓഫ് ദി PM ഉഷ പ്ലാൻ വിത്തിൻ ദ ഗൈഡ്ലൈൻസ് ആൻഡ് നോംസ് ഓഫ് ദി സ്കീം ഇൻ ദ ലൈറ്റ് ഓഫ് ദ NEP 2020 ഉണ്ട്. നമ്മൾ അത് നടപ്പിലാക്കി നമ്മുടെ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ വാങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു ആശങ്ക ആവശ്യമില്ല. അതുകൊണ്ടും കൂടി ആവർത്തിക്കാം. ഞാനത് പറഞ്ഞല്ലോ, പറയണ്ട വീണ്ടും നമ്മൾ ആവർത്തി ചോദിക്കുന്നത് ശരിയല്ലോ. ഏതാ? അല്ല, അതെന്നെ എന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന നേതാക്കന്മാരുണ്ട്. പിന്നെ വിഷയത്തിന് എന്തെങ്കിലും അഭിപ്രായം അവർ തമ്മിൽ ആയിക്കോളും എന്ന് പറഞ്ഞില്ലേ ഞാൻ. നിലപാട് മാറ്റി വെച്ചാൽ NEP-യുടെ A-Z വരെയുള്ള കാര്യങ്ങൾ നിലപാട് മാറ്റി നടത്തണ്ട. മാമൻ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നതുകൊണ്ട് നമുക്ക് തോന്നും മാമൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫണ്ട് കിട്ടാൻ വേണ്ടി നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് വളരെ വ്യക്തമായി തന്നെ ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായി അല്ലെങ്കിൽ ഒളിയമ്പ് എന്നൊന്നും പറയേണ്ട, നേർക്കുനേർ പറഞ്ഞതാണ്. ഫണ്ട് കിട്ടാൻ വേണ്ടി നയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാണ്. കാലാകാലങ്ങളിൽ ആ നയവും പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ? NEP-ക്ക് എന്താണ് പ്രശ്നം? മാത്രമല്ല തമാശ രൂപത്തിൽ ഞാൻ എൻ്റെ പഴയ നിലപാട് മാറ്റി എന്നതടക്കം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാണ്. ഒരുപക്ഷെ ആ നിലപാട് മാറ്റത്തിനാണ് ABVP നേതാക്കൾ വന്ന് കാണുകയും. മാമനോടൊന്നും തോന്നല്ലേ, ഞങ്ങളുടെ ശിവൻകുട്ടി മാമൻ അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കും. രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് മാറ്റും, ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റും, വൈകുന്നേരം പറഞ്ഞ കാര്യം അർദ്ധരാത്രി മാറ്റും, അർദ്ധരാത്രി പറഞ്ഞ കാര്യം നേരം വെളുക്കുമ്പോൾ മാറ്റും. എന്നിട്ട് പറയും UDF നൊണേഷൻ. ഞങ്ങൾ അങ്ങനെയല്ല, UDF-കാരെല്ലാം നുണയന്മാരാണ്. നൊണേഷൻ. യു-ടേൺ സർക്കാർ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ LDF അതിവേഗം VD സതീശൻ സർക്കാരിനെ വിമർശിക്കുന്നത്. ആ ഒരു പട്ടികയിലേക്കാണ് ഇപ്പോൾ PM ശ്രീ കൂടി കൊണ്ടുവന്നത്. അറബിക്കടലിലേക്ക് കരാർ വലിച്ചെറിയുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മന്ത്രിമാരാണ്. അത് അറബിക്കടലിൽ തപ്പിയാൽ കിട്ടുമോ, അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാകുമെന്നൊക്കെ ഉള്ള പരിഹാസമൊക്കെ LDF ക്യാമ്പിൽ നിന്നും ഉയരുന്നു. ആ രീതിയിൽ വലിയ തിരിച്ചടിക്കാണ് ഇപ്പോൾ LDF ഒരുങ്ങുന്നത്. BJP-യിൽ അന്ന് പറഞ്ഞത് VD സതീശനാണെങ്കിൽ ഇന്നിപ്പോൾ തിരിച്ച് MV ഗോവിന്ദനടക്കം അതേ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. പക്ഷേ തിരിച്ച് അതേ രീതിയിൽ PM ശ്രീയിൽ അത് കുട്ടികൾക്ക് അനുകൂലമാണ്, നേട്ടമാണെന്നൊക്കെ പറഞ്ഞ ദേശാഭിമാനിയിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം എഴുതിയ ലേഖനമൊക്കെ ഉയർത്തിക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ടത് കൊണ്ടാണ്, അതായത് ഒരു ധാരണയും ഇല്ലാതെ, ഒരു ഇളവും നടത്താതെ, ഇളവും ചോദിക്കാതെ, ഇരുട്ടിന്റെ മറവിൽ ഘടകകക്ഷികളോട് ചർച്ച ചെയ്യാതെ ഒപ്പിട്ട കരാർ, അതിന്റെ ബാധ്യതയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എന്നുള്ള പ്രതിരോധമാണ് ഇപ്പോൾ UDF-ഉം VD സതീശനും കോൺഗ്രസും ഒക്കെ തിരിച്ച് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് CPM പറയാൻ യാതൊരു തരത്തിലുള്ള റൈറ്റുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് CPI-ക്ക് മാത്രമാണ് എന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. എന്തായാലും ചർച്ച നടക്കുമ്പോൾ അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഉടൻ തന്നെ സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കും. ഇന്നലെ ഇളവ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരുന്നു. അതിൽ ഈ NEP നടപ്പാക്കുന്ന ഒഴിവാക്കി SCRT സിലബസിലുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അത് അനുവദിക്കാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള വിലയിരുത്തലുണ്ട്. പല സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാന സിലബസുകൾ പഠിപ്പിക്കാൻ കേന്ദ്രം അനുമതി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇളവ് കിട്ടും. രണ്ടാമത് സ്കൂളുകളുടെ സെലക്ഷനാണ്, അതിലും ചിലപ്പോൾ അനുമതി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ PMCയുടെ പോർട്ടലിൽ സ്കൂളുകളുടെ പേരൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സെലക്ഷനിൽ അതിലൊരു സ്വാതന്ത്ര്യം കിട്ടാനുള്ള സാധ്യത. സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റം, നേരത്തെ തന്നെ RTA വന്ന സമയത്ത് തന്നെ 5ാം ക്ലാസ് LP ആണെന്ന് പറയുമ്പോൾ കേരളം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഘടനാപരമായ മാറ്റത്തിലും ഇളവുണ്ടാകും. അങ്ങനെ ഇളവ് കിട്ടിയാൽ PMCയുമായി മുന്നോട്ട് പോകാം, ഫണ്ട് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം. ഫണ്ട് മുഖ്യം എന്ന പോയിന്റിലേക്ക് VD സതീശനും ശിവൻകുട്ടിയെ പോലെ പിണറായി വിജയനെ പോലെ എത്തുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയതൊക്കെ മറക്കുന്നു. അടുത്ത വർഷം ഈ കരാർ ഈ പദ്ധതി തന്നെ തീരാൻ പോവുകയാണ്. ഒരു വർഷം കൊണ്ട് ഫണ്ടിന്റെ പേരിൽ രാഷ്ട്രീയമായ നയമാറ്റം എന്നുള്ളൊരു വലിയ വിമർശനമാണ് ഇപ്പോൾ സതീശൻ സർക്കാർ നേരിടുന്നത്. ഇത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. ഫണ്ട് വേണം താനും, എന്നാൽ പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ല. ഒന്നാമത്തെ കാര്യം, ഈ PM ശ്രീ വഴി കിട്ടുന്ന ഫണ്ട് അത് ജനങ്ങളുടെ പണം. നമ്മൾ ടാക്സും GST-യും ഒക്കെ കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ ശ്വസിക്കുന്നതിനും ഇവിടെ ഇരിക്കുന്നതിനും എല്ലാം നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ രാജ്യത്തിലും അതുപോലെ ആൾക്കാർ ടാക്സ് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ടാക്സിൽ നിന്നും കിട്ടുന്ന പണമാണ് നമുക്ക് ഇങ്ങോട്ട് സർക്കാർ ഇങ്ങ് തരുന്നത്, അല്ലാതെ സർക്കാരിന്റെ വീട്ടിൽ നിന്നും കൊണ്ട് തരുന്ന സാധനമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് PM ശ്രീ ആരും തള്ളിക്കളയാൻ പോകുന്നില്ല. ഇപ്പൊ VD സതീശനും അത് റിസീവ് ചെയ്യും, വിജയും റിസീവ് ചെയ്യാൻ സാധ്യത. കാരണം അത്രയും ഫണ്ട് വരുന്നില്ലേ. എന്താണെങ്കിലും ഇത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം എല്ലാവരും ഒന്നും സമ്പന്നരല്ല വിദ്യാർത്ഥികൾ. LDF-നെ സംബന്ധിച്ച് ഒന്നും മിണ്ടാനും പറ്റത്തില്ല. ഒന്നേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, നൊണേഷൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നൊണേഷൻ എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് മാറ്റിപ്പുറം, ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റിപ്പുറം, വൈകുന്നേരം പറഞ്ഞ കാര്യം അർദ്ധരാത്രി മാറ്റിപ്പുറം, അർദ്ധരാത്രി പറഞ്ഞ കാര്യം നേരം വെളുക്കുമ്പം ആറ്റടിക്കുന്ന മാറ്റിപ്പുറം. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അതെല്ലാം AI ആണ്. നമ്മൾ യൂട്യൂബിൽ എടുത്ത് പഴയ വീഡിയോസ് എടുത്ത് കണ്ടാലത് പറയും AI. എന്തിന് സെക്രട്ടേറിയറ്റ് കയറി ശിവൻകുട്ടിയും കൂട്ടരോടെ അതിൻ്റെ മുകളിൽ കൂടെ കടന്ന് ചവിട്ടിപ്പൊളിച്ചതിന് പോലും അതൊന്നും അവർ അംഗീകരിച്ചിട്ടേ ഇല്ല.
പിന്നെ തീവ്രത അളക്കാനുള്ള മെഷീനുണ്ട്, മാതൃകാപരമായ രക്ഷാപ്രവർത്തനം, അങ്ങനെയൊക്കെ പലതും പറഞ്ഞ് പല ക്യാപ്സൂൾസും കൊണ്ട് എല്ലാവർക്കും കൊടുക്കും. കഴിച്ചു, നീയും കഴിക്കും ഞാനും കഴിക്കും നാട്ടുകാരും കഴിക്കുന്നു പറഞ്ഞിട്ട് 5 വർഷം എന്ത് ചെയ്യോ LDF ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തപ്പി നടന്നു.